ഹായ്, എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും. അപ്പം നമുക്ക് കാബേജും കോളിഫ്ലവറും ലാസ്റ്റ് വിളവെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. കാലാവസ്ഥയുടെ സമയമൊക്കെ കഴിഞ്ഞില്ലത്, മഞ്ഞ് മാസമൊക്കെ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് പൊട്ടിക്കഞ്ഞ് വലുതാവൊന്നുമില്ല. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാനുള്ളതും. പിന്നെ 3 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലാവധി. ഒക്ടോബർ മാസത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് വിളവെടുത്ത് തുടങ്ങാം. ചിലപ്പം കാലാവസ്ഥ വ്യതിയാനം കാരണം ഒരു ഫെബ്രുവരി മാസം ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ പകുതിക്കൊക്കെ പോകും. ഇപ്പോൾ ഫെബ്രുവരി മാസം കഴിഞ്ഞ്, അപ്പോൾ വിളവെടുപ്പിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ മഴയും ഇതൊക്കെ കൂടെ ആയതുകൊണ്ടാണ് ഇത്ര സമയം കൊടുത്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ പൊട്ടിക്കാം, ഒക്കെ പൊട്ടിച്ചെടുക്കാൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്നാൽ പൊട്ടിക്കല്ലേ. അടുക്കടക്കെ കോളിഫ്ലവർ വിളവെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് കോളിഫ്ലവർ, കാബേജ് കുറേയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ്, ഇന്ന് കുറച്ചുണ്ട്, 2-4 കൂടെ ഉണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചത് കഴിക്കണ്ടേ, അപ്പോൾ അതിന് നിർത്തിയത് കേട്ടോ. ഇതൊക്കെ വലിപ്പമുണ്ട് കേട്ടോ, നമ്മളെ വളർത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പമുണ്ട്. നിലത്തുണ്ടാക്കിയാൽ കുറച്ചും കൂടെ വലുതാവും. എടുക്കട്ടെ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞ് കോളിഫ്ലവറിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ്. ഹലോ, ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ഒന്ന് നട്ടതാണ്. വലിയ ഉള്ളി ഒന്ന് ഉണ്ടാവുമെന്ന് നോക്കണ്ടേ. അപ്പോൾ ഉണ്ടാ, ഒരു ഉള്ളി നട്ടപ്പോൾ 2 ഉണ്ടാ. ഇത് ഒരു ഉള്ളി, ഇതൊരു ഉള്ളി, വേറെ 2 ഉള്ളിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഉണ്ടാ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഉള്ളി നട്ട് 2 കമ്പ് വന്നിരിക്കണം. അപ്പോൾ ഇത് 2 മാറുന്നുണ്ട്. ഉണ്ടാ. അപ്പോൾ ഉള്ളി നമ്മളിവിടെ ഉണ്ടാവും, ഉറപ്പല്ലേ? ഉണ്ടാവുന്ന ഉറപ്പാണ്. നമ്മളൊന്നിട്ട് ഉണ്ടാക്കി വെക്കട്ടാ. ചെറിയ ഉള്ളി തോണ്ടേ, എന്നിട്ടാ ചെറിയ ഉള്ളിയാണ് കേട്ടത്. ഇത് ചെറിയ ഉള്ളിയാണ് ഉണ്ടായിരിക്കണത്. ഏതാനും ദിവസങ്ങൾക്കകം പറിക്കാനുള്ള സെറ്റപ്പായി തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഉള്ളി വെച്ചതാണിത് കേട്ടോ. ഒരു ഉള്ളി മണ്ണിൻ്റെ മേലായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതേമാതിരി ഉണ്ടായിട്ട് അവിടുന്ന് പൊട്ടിച്ചനച്ചിട്ട് ഇതേമാതിരി കുറേ ഉള്ളികളുണ്ടാവും. ഉണ്ടാ, ഇതിലൊക്കെ തോനുള്ളി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉള്ളി വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതും ഉണ്ടാക്കാം കേട്ടോ. ചെറുതും നമുക്ക് ഉണ്ടാവാം. ഈ പുല്ലൊക്കെ ഇറക്കുമ്പോൾ ഇതിന് കൂടുതൽ ഇതിനൊന്നും കൊണ്ട് പോരുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുല്ല് പറിക്കാതെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വെണ്ടയ്ക്ക പൊട്ടിക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക കുറച്ച് 2-4 ഉണ്ട്, പൊട്ടിക്കട്ടെ. കോവയ്ക്ക പൊട്ടിക്കട്ടോ. അടുത്ത് കോവയ്ക്ക പൊട്ടിക്കലാണ്. കുറേയൊക്കെ വിളവെടുക്കാണ്ടെന്ന്. വിളവെടുത്തിട്ട് കുറച്ച് ദിവസമായില്ലേ. ഇത്ര കോവയ്ക്കേന്
ഇതാ കറ്റാർവാഴ ഞാൻ അടുത്ത സെഷൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ പശുവിനൊക്കെ വളർത്തുന്നത്, അതുകൊണ്ട് ആയിടവൊക്കെ വരുമ്പോൾ അതാണ് കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴ പല ഉപയോഗങ്ങളുണ്ട്. അതിൽ കുറേ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാനിത് കൂടുതൽ ഉപയോഗിക്കണപ്പോൾ ഇപ്പോഴത്തെ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിന് അകിട് വീക്കൊക്കെ വരുമ്പോൾ അതിൽ അരച്ചിട്ട് മഞ്ഞളും പിന്നെ ആര്യപ്പിൻ്റെ ഇലയും കറ്റാർവാഴയും കൂടെ അരച്ചിട്ട് അകിടിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ അകിട് വീക്കൊക്കെ കൂടുതൽ പോവും. നല്ലതാണ്, നല്ല മരുന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ പശുവിനൊരു ഇങ്ങനെ ഒരു വലിയ മുഴ ഉണ്ടാവലുണ്ടല്ലോ, കാലിലൊക്കെ ഒരു മുഴ ഉണ്ടാവില്ല. അപ്പോൾ അത് ചുങ്ങാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുക. കറ്റാർവാഴ ഇതേമാതിരി തന്നെ മഞ്ഞളും ആര്യപ്പിൻ്റെ ഇലയും ഇതൊക്കെ കൂടെ വെച്ചിട്ട് അത് ചുങ്ങാൻ വേണ്ടിയിട്ട് ചുറ്റുപുറം തേച്ച് കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഉപകാരപ്പെട്ടിരിക്കുന്നത് ഈ സാധനങ്ങളാണ്. അപ്പോൾ അതിനാണ് അതിപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കൂടുതലായിട്ട്. ഇന്നത്തെ ഇല്ല മുരിങ്ങേൻ്റെ ഇല കണ്ടില്ലേ? ഇതൊക്കെ ഓരോ നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള മുതലുകളാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇലണ്ട് ഉള്ളിയാൽ മതി. 1 2 3 4 ഈ 2 ഇലണ്ട് ഉള്ളിയ നമുക്കൊരു കറിക്കുള്ളതായി. പിന്നെ വയറിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രി ഇതേമാതിരി 2-3 അല്ലി ഇല എടുക്കുക, ഉപ്പേരി വെച്ചിട്ട് വെറും ഉപ്പിട്ട് വാട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ 4 മണിക്ക് തന്നെ എണീക്കാൻ പറ്റും. കാരണം 4 മണിക്ക് എണീക്കേണ്ടി വരും. നിങ്ങളൊന്ന് കഴിച്ച് നോക്കി അപ്പോൾ അറിയാം. അപ്പോൾ വയറിൻ്റെ അസുഖങ്ങളൊക്കെ കുറേ മാറി കിട്ടും. നല്ല ഔഷധ ഗുണമുള്ള ഇതാണ് മുരിങ്ങൻ്റെ ഇല. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകാം. ഇനിയിപ്പോൾ വഴുതന പൊട്ടിക്കണ്ടേ? എന്നാവോ വരി, താഴത്തേക്ക് പോവാം. വഴുതന കേട്ടാ. കേട്ടാ ഉണ്ടല്ലോ. വേറെ വെറൈറ്റി കേട്ടാ, വെറൈറ്റിക്ക് വെറൈറ്റി, വലിയ വെറൈറ്റി വേറെ. വെറൈറ്റി 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 അടുത്ത വെറൈറ്റി ഉണ്ടല്ലേ? പോയി വെക്കുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വരൂ. കാമുണ്ട്രാ കണ്ടില്ലേ? താഴെന്ന് മേലേക്ക്, മേലെന്ന് താഴേക്ക് എന്നാണ്. ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആയി കേട്ടോ, ഒന്ന് പൊട്ടിച്ച ഉണ്ടാവും കൊണ്ടൊക്കെ വേപ്പിൻ്റെ ഇല വേണ്ടേ? ലാസ്റ്റ് വേപ്പിൻ്റെ ഇല വേണ്ടിയില്ലേ? നമുക്ക് വേപ്പിൻ്റെ ഇല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് അവസാനിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ എന്താ ഇപ്പോൾ സാധനം? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇതേമാതിരി കൃഷി ചെയ്ത് നോക്കിയിട്ടോ.
എന്തായാലും ഉണ്ടാവും, സൂപ്പറായിട്ടുണ്ടാവും. കണ്ടില്ലേ കോളിഫ്ലവർ കണ്ടില്ലേ? ഇതൊക്കെ നമ്മളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണ്, പക്ഷേ ഒക്കെ ഉണ്ടാവും കേട്ടോ. പേടിക്കണ്ട, എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും. ഉരുളൻകിഴങ്ങ് ഉണ്ടാവും, വലിയുള്ളി ഉണ്ടാവും, ചെറിയുള്ളി ഉണ്ടാവും. അപ്പോൾ എല്ലാ സാധനം നമ്മൾ കൃഷി ചെയ്യുക, പരാജയപ്പെടരുത്. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ പിറ്റേ പ്രാവശ്യം എന്തായാലും ഉണ്ടാവും. ആ കോൺഫിഡൻറ്റോട് കൂടി ചെയ്യുക. കണ്ടില്ലേ എന്തൊക്കെ ഐറ്റം കൃഷികളാണ് നടത്തിയിട്ടുള്ളത്. കുറച്ച് സ്ഥലത്താണ് കേട്ടോ അത്. ചെറിയ ഒരു പാർക്കിൻ്റെ വീട്ടിൻ്റെ മേലുണ്ടായ സാധനങ്ങൾ എന്തൊക്കെ കുറച്ച് സ്ഥലത്ത്. കണ്ടില്ലേ ജാക്കിമോനെ? കണ്ടില്ലടാ? ഒരു സീ കൊടുത്ത, ഒരു ടാറ്റ കൊടുത്താ, കുട്ടി ടാറ്റ കൊടുത്താ. കുട്ടി ബൈ, സീ യു.